ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറിയും നാഥനേ. ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറിയും നാഥനേ. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 14-ാം സങ്കീർത്തനം 7-ാം വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഒരു സമൂഹം എന്ന നിലയിൽ ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടുകയും ഞെരുങ്ങുകയും ചെയ്തപ്പോൾ വിമോചനം യഹോവയിൽ നിന്ന് വരുന്നതിനെപ്പറ്റിയുള്ള പ്രത്യാശയാണ് ഈ വാക്യത്തിൽ കാണുന്നത്. സിയോനിൽ നിന്ന് സമ്പൂർണ്ണ രക്ഷ വരുമെന്ന് സങ്കീർത്തനക്കാരൻ പ്രത്യാശിക്കുന്നു. സിയോൻ ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. അവൻ്റെ വരവെങ്കിൽ ജനത്തിൻ്റെ സ്ഥിതി മാറി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസ്ഥയിലേക്കെത്തും. ഇസ്രായേലിൻ്റെ രക്ഷയായവൻ്റെ പ്രത്യക്ഷതയ്ക്കല്ലാതെ ഭക്തനെ സുരക്ഷിതനാക്കി തീർക്കുവാൻ കഴിയുകയില്ല. ഒരിക്കൽ അവൻ പാപയാഗമായി വെളിപ്പെട്ടെങ്കിലും ഇനിയുള്ള അവൻ്റെ 2-ാം പ്രത്യക്ഷതയ്ക്കായി സഭ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവൻ്റെ ജനത്തെ ആശ്രീക അടിമത്തത്തിൽ നിന്നും ആത്മീയ മക്കളെ ആത്മീയ ദുഃഖങ്ങളിൽ നിന്നും വിടിവിപ്പാൻ അവന് മാത്രമേ കഴിയൂ. പ്രിയ സ്നേഹിതരെ, കർത്താവിൻ്റെ 2-ാം വരവിനായി നമുക്കൊരുങ്ങാം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി അവന് വേണ്ടി കാത്തിരിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ 2-ാം വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.